പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഉറുമ്പിൻ്റെ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. വലിയ ഉറുമ്പിന് എന്താണ് പറയുന്നത്? ഹിന്ദിയിൽ ചീണ്ട എന്നാണ് പറയുന്നത്. മെയിൽ ലാൻഡിന് ആണുറുമ്പ് അല്ലെങ്കിൽ വലിയ ഉറുമ്പിന് ചീണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ പെണ്ണുറുമ്പിന് ചീട്ടി എന്നാണ് പറയുന്നത്. ചീട്ട. चींटा चींटा दूध ला, दूध लाकर दही जमा, बढ़िया बढ़िया दही जमा, खट्टा मीठा दही जमा. ചീട്ട ചീട്ട ദൂത് ല. അപ്പോൾ ഉറുമ്പിനോട് പറയുകയാണ്, ചീട്ട ചീട്ട ദൂത് ല. ദൂത് എന്ന് പറഞ്ഞാൽ പാൽ. പാല് കൊണ്ടുവരൂ. ലാന ലാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ദൂത് ല പാല് കൊണ്ടുവരൂ. ചീട്ട ചീട്ട ദൂത് ലാ, ദൂത് ലാക്കർ ദഹി ജമ. ദൂത് ലാക്കർ പാല് കൊണ്ടുവന്നിട്ട്, ലാക്കർ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട്, ദഹി ജമ. ദഹി എന്ന് പറഞ്ഞാൽ തൈര്. തൈര് ജമ. ജമാന എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹി ജമാന എന്ന് പറഞ്ഞാൽ തൈര് ഉണ്ടാക്കുക, അതായത് ഉറയൊഴിക്കുക. പാല് ഉറയൊഴിക്കുന്നതിനാണ് ദഹി ജമാന എന്ന് പറയുന്നത്. പാല് കൊണ്ടുവന്നിട്ട് തൈര് ഉണ്ടാക്കാനാണ് പറയുന്നത്. ദഹി എന്ന് പറഞ്ഞാൽ തൈര്, കേട്. ബടിയ ബടിയ ദഹി ജമ. ബടിയ ബടിയ. ബടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നല്ല, വളരെ നല്ല. ദഹി ജമ നല്ല തൈര് ഉണ്ടാക്കൂ. ഖട്ട മീട്ട ദഹി ജമ. ഖട്ട മീട്ട. ഖട്ട എന്ന് പറഞ്ഞാൽ പുളിയുള്ളതും, മീട്ട എന്ന് പറഞ്ഞാൽ മധുരമുള്ളതും. പുളിയുള്ളതും മധുരമുള്ളതുമായിട്ടുള്ള തൈരാണ് ഉണ്ടാക്കേണ്ടത്. പാല് ഉറയൊഴിച്ചിട്ട് ഉണ്ടാക്കേണ്ടത്. പിന്നീട് എന്താണ് ചീട്ടയോട് പറയുന്നത്? ചീട്ട ചീട്ട ഗന്നാല. ചീട്ട ചീട്ട ഗന്ന. ഗന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്. കരിമ്പ് കൊണ്ടുവരൂ. ഗന്നാലാക്കർ ശക്കർ ബന. കരിമ്പ് കൊണ്ടുവന്നിട്ട്, ഗന്നാലാക്കർ കരിമ്പ് കൊണ്ടുവന്നിട്ട്, ശക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര. ശക്കർ ബന. ബനാവോ ശക്കർ ഉണ്ടാക്കൂ, പഞ്ചസാര ഉണ്ടാക്കൂ. ചീട്ടി ഭൂക്കി ആയകി. ചീട്ടി ഉറുമ്പ്. ചീട്ടി വിശന്ന് കൊണ്ടുവരും. ഭൂക്കി എന്ന് പറഞ്ഞാൽ, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. ഭൂക്കി അവൾ വിശന്നിട്ടാണ് വരിക. ആയകി വരും. ഝട്പട്ട് വോ ഖാ ജായകി. ഝട്പട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. വോ അവൾ, ഖാ ജായകി അവൾ കഴിക്കും, കഴിച്ച് കളയും. അപ്പോൾ ചീട്ട ചീട്ട ഗന്നാല കരിമ്പ് കൊണ്ടുവരൂ. ഗന്നാലാക്കർ ശക്കർ ബന കരിമ്പ് കൊണ്ടുവന്നിട്ട് പഞ്ചസാര ഉണ്ടാക്കൂ. ചീട്ടി ഭൂക്കി ആയേഗി ഉറുമ്പ് ചീട്ടി വിശന്നിട്ടാണ് വരിക. ജട്പട്ട് വോ ഖാ ജായേഗി പെട്ടെന്ന് അവളങ്ങ് കഴിച്ചു കളയും. പിന്നീട് എന്താ പറയുന്നത്? ചീട്ട ചീട്ട ശക്കർ ലാ, ശക്കർ ലാക്കർ ഷർബത്ത് ബന. ചീട്ടി പ്യാസി ആയേഗി, ജട്പട്ട് വോ പി ജായേഗി. ചീട്ട ചീട്ട ശക്കർ ലാ. ശക്കർ ലാ പഞ്ചസാര കൊണ്ടുവരൂ. ശക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര. ശക്കർ ലാക്കർ ഷർബത്ത് ബന. പഞ്ചസാര കൊണ്ടുവന്നിട്ട് ഷർബത്ത്, സർബത്ത് ഉണ്ടാക്കും. ഷർബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മധുര പാനീയം. നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കണം. ചീട്ടി പ്യാസി ആയകി. ചീട്ടി ദാഹിച്ചു കൊണ്ട് വരും. പ്യാസി എന്ന് പറഞ്ഞാൽ ദാഹിച്ചു കൊണ്ട്. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. പ്യാസി ദാഹിച്ചു കൊണ്ട് വരും. ജട്പട്ട് വോ പി ജായേഗി പെട്ടെന്ന് അവളങ്ങ് കുടിച്ചു കളയും. പീ പീന. പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക. ജട്പട്ട് പെട്ടെന്ന്. ചീട്ട ചീട്ട ഘർ ബന. ചീട്ടി ധൂപ് സെ ആയേഗി, ദേഖ് കെ ഖുഷ് ഹോ ജായേഗി, ജട്ട് സെ വോ റുക്ക് ജായേഗി. ചീട്ട ചീട്ട ഘർ ബന. ചീട്ട വീട് ഉണ്ടാക്കൂ. ഘർ എന്ന് പറഞ്ഞാൽ വീട്, വീട് ഉണ്ടാക്കൂ. ബനാന ഉണ്ടാക്കുക. ചീട്ടി ധൂപ് സെ ആയേഗി. ചീട്ടി വെയിലത്ത് നിന്ന്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വരിക. വെയിൽ കൊണ്ടുകൊണ്ടാണ് വരിക. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. ദേഖ് കെ ഖുഷ് ഹോ ജായേഗി വീട് കണ്ടാൽ, ദേഖ് കെ കണ്ടിട്ട്, ഖുഷ് ഹോ ജായേഗി സന്തോഷിക്കും. ഖുഷ് ഹോ ജാന എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. വീട് കണ്ടിട്ട് ചീട്ടി സന്തോഷിക്കും. ജട്ട് സെ വോ റുക്ക് ജായേഗി. ജട്ട് സെ വേഗം തന്നെ അവൾ എന്ത് ചെയ്യും? റുക്ക് ജായേഗി അവിടെ തങ്ങും. വീട്ടിൽ താമസിക്കും. റുക്ക് ജായേഗി അവിടെ തങ്ങും. ചീട്ട ചീട്ട ബാസാർ ജാ, ശക്കർ ലാ, ചാവൽ ലാ, റോട്ടി ലാ, പാനി ലാ, झटपट जा, झटपट आ. ചീട്ട ചീട്ട ബാസാർ ജ മാർക്കറ്റിലേക്ക് പോകൂ. ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്.
ശക്കർ ല, പഞ്ചസാര കൊണ്ടുവരൂ. ചാവൽ ല, ചാവൽ എന്ന് പറഞ്ഞാൽ അരി എന്ന അർത്ഥവുമുണ്ട് ചോറ് എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ അരി കൊണ്ടുവരൂ. റോട്ടി ല, റോട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, ചപ്പാത്തി കൊണ്ടുവരൂ. പാനി ല, വെള്ളം കൊണ്ടുവരൂ. झटपट जा, വേഗം പോകൂ. झटपट ആ, വേഗം വരൂ. चींटी जब घर आएगी देख के खुश हो जाएगी, तेरे ही गुण गाएगी, तेरे ही गुण गाएगी. ചീട്ടി ജബ് ഘർ ആയേഗി, ചീട്ടി വീട്ടിലേക്ക് വരുമ്പോൾ. ഘർ എന്ന് പറഞ്ഞാൽ വീട്. ചീട്ടി വീട്ടിലേക്ക് വരുമ്പോൾ. ദേഖ് കെ ഖുഷ് ഹോ ജായേഗി, ഇതെല്ലാം കണ്ടിട്ട് അവൾ സന്തോഷിക്കും. ദേഖ് കെ കണ്ടിട്ട്, ഖുഷ് ഹോ ജായേഗി സന്തോഷിക്കും. തേരേ ഹി ഗുൺ ഗായേഗി, നിന്നെ തന്നെ പുകഴ്ത്തിട്ട് പാടും. തേരേ ഹി നിന്നെ മാത്രം, ഗുൺ ഗായേഗി, ഗായേഗി എന്ന് പറഞ്ഞാൽ പാടും. നിൻ്റെ ഗുണങ്ങൾ പാടും. तेरे ही गुण गाएगी, നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പാടും. साभार एकलव्य. कविता में चींटे को कुछ काम करने के लिए कहा गया है. वे क्या क्या काम है? चित्रों की सहायता से बताइए और कुछ वाक्य भी लिखिए. അപ്പോൾ ഈ കവിതയിൽ ഉറുമ്പിനോട് കുറച്ച് ജോലികൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേ ക്യാ ക്യാ കാം ഹെ, അത് എന്തൊക്കെ ജോലികളാണ്? ചിത്രോं के सहायता से बताइए, ചിത്രങ്ങൾ കാണിച്ചിട്ട് പറയണം. और कुछ वाक्य भी लिखिए, കുറച്ച് സെൻറ്റൻസസും എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കണം. എന്തൊക്കെ ജോലി ചെയ്യാനാണ് ഉറുമ്പിനോട് പറഞ്ഞിട്ടുള്ളത്, ആ പിക്ചർ നിങ്ങളിവിടെ വരയ്ക്കണം. ഉറുമ്പിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്? ചീട്ടേക്കോ ദൂത് ലാനാ ഹെ, പാല് കൊണ്ടുവരണം. ചീട്ടേക്കോ ദഹി ജമാനാ ഹെ, തൈര് ഉണ്ടാക്കണം. പാല് ഉറയൊഴിച്ച് തൈര് ഉണ്ടാക്കണം. ചീട്ടേക്കോ ഷർബത്ത് ബനാനാ ഹെ, ഉറുമ്പിന് സർബത്ത് ഉണ്ടാക്കണം. പിന്നെ ചീട്ടേക്കോ ഘർ ബനാനാ ഹെ, ഉറുമ്പിന് വീടുണ്ടാക്കണം. ചീട്ടേക്കോ ബാസാർ സെ ശക്കർ ചാവൽ റോട്ടി और പാനി ലേക്കർ ആനാ ഹെ, പഞ്ചസാരയും അരിയും റോട്ടിയും അതായത് ചപ്പാത്തിയും പിന്നെ വെള്ളവും കൊണ്ടുവരണം മാർക്കറ്റിൽ നിന്ന്. ചീട്ടേക്കോ ഗന്ന ലേക്കർ ആനാ ഹെ, ഉറുമ്പിന് കരിമ്പ് കൊണ്ടുവരണം. ഗന്ന എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ. അടുത്തത് ആയേ കുച്ച് ബനായേ. परिवार के सदस्य या अपने किसी मित्र के लिए धन्यवाद कार्ड बनाइए. परिवार के सदस्य, കുടുംബത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ അപ്നെ കിസി മിത്രക്കോ, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ധന്യവാദ് കാർഡ് അതായത് താങ്ക് യു കാർഡ് ഉണ്ടാക്കണം. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്ക് യു കാർഡ് ഉണ്ടാക്കണം. इस धन्यवाद कार्ड पर आप लिख सकते हैं कि आप यह धन्यवाद कार्ड उन्हें क्यों देना चाह रहे हैं. ആ കാർഡിൽ इस धन्यवाद कार्ड पर, ധന്യവാദ് ഈ താങ്ക് യു കാർഡിൽ आप लिख सकते हैं നിങ്ങൾക്ക് എഴുതാം कि आप यह धन्यवाद कार्ड उन्हें क्यों देना चाह रहे हो. ഈ താങ്ക് യു കാർഡ് നിങ്ങൾ അവർക്ക് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ആ കാർഡിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് കാർഡ് തയ്യാറാക്കാം. നല്ല പിക്ചറൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് കാർഡ് തയ്യാറാക്കാം. ഫോർ എക്സാമ്പിൾ മാ ആപ്കാ ധന്യവാദ്, അമ്മയ്ക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് കാർഡ് തയ്യാറാക്കാം. ഹമേഷ മുझे പ്യാർ കർനെ കെ ലിയെ, എപ്പോഴും എന്നെ സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ ഹമേഷ മേരാ ഖയാൽ രഖ്നെ കെ ലിയെ, എപ്പോഴും എന്നെ നോക്കുന്നതിന്, നന്നായി നോക്കുന്നതിന്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എഴുതാം മുझे वो देने के लिए, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കാർഡ് തയ്യാറാക്കാം.